അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أفغير الله تأمروني أعبد أيها الجاهلون സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ആളുകൾ, അവർക്ക് നമ്മെ ഇഷ്ടമാണ് എന്ന് നമ്മോട് തുറന്നു പറഞ്ഞാൽ അതൊരു വല്ലാത്ത സന്തോഷമാണ് നമ്മുടെ മനസ്സിലുണ്ടാക്കുക. നമ്മുടെ കൂടെ ജീവിക്കുന്നവർ, നമ്മുടെ കാര്യത്തിൽ അവർ സംതൃപ്തരാണ് എന്ന് നമ്മെ അറിയിച്ചാൽ വല്ലാത്തൊരു ആനന്ദവും ആശ്വാസവും നമ്മുടെ മനസ്സ് അനുഭവിക്കും. നമ്മുടെ ഇണകൾ, നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, നമുക്ക് കീഴിൽ ജോലി ചെയ്യുന്നവർ, നമ്മുടെ മേലുദ്യോഗസ്ഥർ ആരുമാകട്ടെ, നിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല തൃപ്തിയുണ്ട് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരാശ്വാസമാണ്. സഹോദരങ്ങളെ, അല്ലാഹു അത് പറയുകയാണെങ്കിൽ ആ ഒരു സന്തോഷം എത്ര വലുതായിരിക്കും. അഥവാ നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്ന, രാവും പകലും അറിയുന്ന, മനസ്സിന്റെ ചിന്തയും ലക്ഷ്യവും ആത്മാർത്ഥതയും അളക്കാൻ കഴിയുന്ന, നമ്മെക്കുറിച്ച് മറ്റാരേക്കാളും വിലയിരുത്താൻ കഴിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഞാൻ അവരുടെ കാര്യത്തിൽ സംതൃപ്തനാണ് എന്ന് പറയുന്ന കൂട്ടത്തിൽ നമ്മൾ ഉണ്ടെങ്കിൽ അത് എത്ര വലിയ സന്തോഷമാണ് നമുക്കുണ്ടാക്കുക. അള്ളാഹു അത്തരം ജനവിഭാഗങ്ങളിൽ
നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതകാലത്തു തന്നെ അത് കേൾക്കാൻ അവസരം കിട്ടിയ ആളുകളാണ് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും. വിശുദ്ധ ഖുർആനിന്റെ 9-ാം അധ്യായം സൂറ തൗബയുടെ 100-ാമത്തെ വചനം നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ മനഃപ്പാഠമുള്ള ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിൽ നിന്ന് അൻസാരികളിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി മുൻകടന്നു വന്നവർ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നന്മയിൽ പിന്നെ അവരെ പിന്തുടർന്ന് വന്നയാളുകളും, റളിയല്ലാഹു അൻഹും വറളൂ അൻ, അള്ളാഹു അവരെയും അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നു പറഞ്ഞു, വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ, താഴ്ഭാഗങ്ങളിലൂടെ അരുവിയൊഴുകുന്ന സ്വർഗത്തോപ്പുകൾ അവർക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നു, അവരതിൽ സ്ഥിരവാസികളാണ്. ദാലികൽ ഫൗസുൽ അദീം, അതാണ് ഏറ്റവും മഹത്തായ വിജയം. അല്ലാഹു നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു പറയാണ്, അവരെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. സ്വഹാബത്തിനെ കുറിച്ചാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അത് പറഞ്ഞത്. അതിൽ തന്നെ 2 വിഭാഗം ആളുകളെ പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു. മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളും അൻസാറുകളും. ഈ 2 വിഭാഗവും ഹിജ്റയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. നമുക്കറിയാം, ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്രിബോടുകൂടി പുതിയ ഒരു ഹിജ്റ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. സഹോദരങ്ങളെ, ഹിജ്റ വർഷം എന്നാണ് ആ വർഷത്തിന് നമ്മൾ പ്രയോഗിക്കുന്നത്. ഹിജ്റ വർഷം അഥവാ ചരിത്രത്തിൽ അത്രമേൽ സ്വാധീനമുണ്ടാക്കി അത്രമേൽ ത്യാഗം നിറഞ്ഞ ഒരു സംഭവത്തിലേക്കാണ് ഇസ്ലാമിക കലണ്ടറിനെ സ്വഹാബത്ത് ചേർത്ത് വെച്ചത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയാണ്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെടുന്നതിന് മുമ്പും ശേഷവുമൊക്കെയായി പുറപ്പെട്ടു പോയ ആളുകൾ, അവരാണ് മുഹാജിറുകൾ. ആ ഹിജ്റയിൽ വന്ന ആളുകളെ കാത്തുനിന്ന് അവർക്ക് വേണ്ട സർവം കൊടുത്തവർ, അവരാണല്ലോ സഹോദരങ്ങളെ അൻസാറുകൾ. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത്, ഹിജ്റ പോകുന്നത് എങ്ങനെയാണ്? സമ്പത്ത് വിട്ട്, വീട് വിട്ട്, കച്ചവടം വിട്ട്, കൃഷിയിടം വിട്ട്, കുടുംബത്തെ വിട്ട് എല്ലാം ഒഴിവാക്കി അവർ പോകാൻ. സഹോദരങ്ങളെ, എല്ലാം അവർ കൊടുത്തത് എന്ത് നേടാനായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കണമല്ലോ. അവരെക്കുറിച്ച് അല്ലാഹ് തൃപ്തിപ്പെട്ടു എന്ന് പറയുമ്പോ ജീവിതത്തിൽ നേടിയെടുത്ത സർവ്വതിനെയും ഒഴിവാക്കി അവരാ പുറപ്പെട്ടു പോയത് എങ്ങോട്ടാണ്, എന്തിനു വേണ്ടിയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരൊറ്റ കാര്യത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഹിജ്റ പോയിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ മക്കത്ത് ജീവിക്കുമ്പോൾ എന്തെല്ലാം വാഗ്ദാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ നാട്ടുകാർ കൊടുത്തത്. ഭരണം വരെ കൊടുക്കാമെന്ന് പറഞ്ഞു. മാത്രവുമല്ല, ചില ഊഴം വെച്ചുകൊണ്ട് ഒരു വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ആരാധനാ രീതികൾ എല്ലാവരും കൊണ്ടു നടക്കുക. അടുത്ത വർഷം ശത്രു പറയുന്ന ആരാധനാ രീതികൾ കൊണ്ടു നടക്കുക. അതിന് തയ്യാറാണെങ്കിൽ പോലും സുരക്ഷിതമായി ആ നാട്ടിൽ ജീവിക്കാമായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ അല്ലാഹു പറഞ്ഞത്, ഖുൽ അഫഗൈറല്ലാഹി തഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ. അല്ലയോ അവിവേഹികളായ മനുഷ്യരെ, അല്ലാഹ്ക്ക് പുറമെ മറ്റുള്ളതിനെ ആരാധിക്കാനാണോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത് എന്ന് ചോദിക്കൂ റസൂലേ എന്ന് പറഞ്ഞത് ആ സന്ദർഭത്തിലാണ്. സഹോദരങ്ങളെ, അപ്പോൾ അവരുടെ യാത്ര ദീന് സംരക്ഷിക്കാനും തൗഹീദിനു വേണ്ടിയുമാണ്. എങ്കിൽ ആ ഹിജ്റയെ ഓർക്കുന്ന പുതിയ ഒരു ഹിജ്റ വർഷത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന നമ്മൾ ഒരു 3 ചോദ്യം, അതിന് നമുക്ക് ഉത്തരമുണ്ടോ? അതിലൊന്നാമത്തത്, നമ്മുടെ തൗഹീദ് നിഷ്കളങ്കമാണോ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്ക് പല രൂപത്തിൽ കടന്നു വരുമെന്ന താക്കീത് നമുക്ക് തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമുസ് സാഅ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ ഹത്താ യഅ്ബുദു അൽ-ഔസാൻ. ഈ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ തന്നെ മുശ്രിക്കുകളോടൊപ്പം ചേരാതെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് മാറാതെ ലോകാവസാനം സംഭവിക്കില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബ്ബദ്. പടച്ചവനെ, എന്റെ ഖബർ ആരാധന നടക്കുന്ന ഒരു ഇടമാക്കരുത്. പക്ഷെ സഹോദരങ്ങളെ, ഇതിൽ നിന്ന് സമൂഹം തെറ്റിപ്പോകുന്ന ഒരു കാലം അല്ലേ? മാണിയൂരിൽ പുതിയ ജാറമുയരാൻ, അഹമ്മദ് മുസ്ലിയാരുടെ ജാറമുയരാൻ. ആ മനുഷ്യൻ ജീവിതകാലത്ത് അദ്ദേഹത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് ആ ആളുകൾ പറയുന്നത് എന്താണെന്നറിയോ? അദ്ദേഹം രോഗാവസ്ഥയിലൊക്കെ ആരെങ്കിലും ചെന്നാൽ വെള്ളമെടുത്ത് അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞങ്ങ് ഊതിയാൽ ആ രോഗം മാറുന്നാണ്. ജീവിതകാലത്തെ അത്ര പവർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ജാറമൊരുക്കുന്നത് നമ്മുടെ ജില്ലയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ് റബ്ബന്നാസ് വശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിർ സഖമ. പടച്ചവനെ, നീയാണ് ഷാഫി, നീ തരുന്ന ശിഫ കൊണ്ടല്ലാതെ മറ്റൊന്നും ശിഫയാവുകയില്ലെന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരം ജാറങ്ങൾ പരിസരത്തുയരുമ്പോൾ തൗഹീദിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നയിച്ച ഹിജ്റ എന്ന യാത്രയെക്കുറിച്ച് പറയാൻ സഹോദരങ്ങളെ നമുക്ക് അവകാശമുണ്ടോ, അർഹതയുണ്ടോ? സ്വന്തത്തോട് ചോദിക്കണം. നമ്മൾ തൗഹീദിന്റെ കാര്യത്തിൽ നമ്മൾ നിഷ്കളങ്കരാണോ? രണ്ടാമത്തത്, സ്വഹാബത്തിനെ ആക്ഷേപിക്കുന്നവരുടെ കാര്യത്തിൽ നമ്മുടെ നിലപാട് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി ലാ തസുബ്ബു അസ്ഹാബി. നിങ്ങൾ ഒരിക്കലും എന്റെ സ്വഹാബത്തിനെ ചീത്ത വിളിക്കരുത്. ഫവല്ലദി നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, അല്ലാഹയാണ് സത്യം. ലൗ അന്ന അഹദകും അൻഫഖ മിസ്ല ഉഹദിൻ ദഹബ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു ഉഹദ് പർവ്വതത്തോളം സ്വർണം കൊടുത്താലും അതൊരിക്കലും മഅദറക മുദ്ദ അഹദിഹിം വലാ നസീഫ, ഒരു സ്വഹാബി കൊടുത്ത ഒരു പിടി അല്ലെങ്കിൽ അതിന്റെ പകുതി അതിന് തുല്യാകൂല. നിങ്ങൾ ഉഹദിനോളം സ്വർണം കൊടുത്താലും. അത്ര പവറുണ്ട് സ്വഹാബത്തിന്. അവരെ നിങ്ങൾ ചീത്ത വിളിക്കരുത്. സ്വഹാബത്തിനെ, ഈ ത്യാഗം സഹിച്ച സ്വഹാബത്തിനെ ചീത്ത വിളിക്കുന്നവരോട് നമ്മുടെ നിലപാടെന്താ? ഇപ്പൊ നമുക്കറിയാം, CH മുസ്തഫ എന്ന മനുഷ്യൻ ഓൺലൈനിൽ വരുന്നത് എന്തിനാ? റസൂലിന്റെ സ്വഹാബത്തിനെ ചീത്ത വിളിക്കാൻ, മുആവിയ റളിയല്ലാഹു അൻഹു കപടനാണെന്നും ചതിയനാണെന്നും പറയാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ എന്താ? ഖാലുൽ മുഅ്മിനീൻ എന്നാണ്. മുഅ്മിനീങ്ങളുടെ അമ്മാവൻ എന്ന പദവിയാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിനുള്ളത്. അദ്ദേഹത്തെ ചീത്ത വിളിക്കുന്ന CH മുസ്തഫമാരോട് നമ്മുടെ നിലപാട് എന്താ സഹോദരങ്ങളെ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയും റളിയല്ലാഹു അൻഹും. ഷിയാക്കൾ പറയും ലഅനത്തുല്ലാഹി അലൈഹിം. ഇവരെ ചീത്ത വിളിക്കുന്നവരാണ് ഷിയാക്കൾ. ആയിഷ റളിയല്ലാഹു അൻഹ കാഫിറത്താണ് എന്ന നിലപാടുള്ളവരാണ് ഷിയാക്കൾ. അവരോട് നമ്മുടെ നിലപാട് എന്താണ് നമ്മൾ പരിശോധിക്കണം. ഈ ഇറാന്റെയും ഇസ്രായേലിന്റെയും യുദ്ധം നടക്കുമ്പോ ശരിയാണ്, ഇസ്രായേലിന് അടി കിട്ടേണ്ടതാണ്. ഒരുപാട് പിഞ്ചോമനകളുടെ കണ്ണീരുണ്ട് ആ മണ്ണിൽ. ഒരുപാട് മനുഷ്യരുടെ വേദനയുണ്ട്. അവർക്കൊരു തിരിച്ചടി വേണം. പക്ഷെ അതിന്റെ പേരിൽ ഇറാനെയും അവരുടെ നേതാവായ അലി ഖോംനായിയെയും ഒക്കെ വീരപുരുഷന്മാരാക്കി ചിത്രീകരിക്കാൻ ആളുകൾ നല്ല BGM ഒക്കെ ഇട്ട് സിനിമാ ഡയലോഗൊക്കെ കൊടുത്ത് ഇവരാണ് ഇസ്ലാമിന്റെ സംരക്ഷകരെന്ന് പറയുന്ന ആര്? ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തിക്കൊന്ന അബൂ ലുഅ്ലുഅത്ത് എന്ന മനുഷ്യന്റെ ജാറം സംരക്ഷിക്കുന്ന, ആ ജാറത്തെ സന്ദർശന കേന്ദ്രമാക്കി കൊണ്ടു നടക്കുന്നവർ. എന്നെങ്കിലും ഒരിക്കൽ സൗദിയുടെ ഭരണം കിട്ടിയാൽ മദീന പള്ളിയുടെ ചാരത്തുള്ള അബൂബക്കർ റളിയല്ലാഹുവിന്റെ, ഉമർ റളിയല്ലാഹുവിന്റെ ഖബർ പൊളിച്ചെടുത്ത് അവരുടെ മയ്യത്തിന് അവിടെ നിന്നെടുത്ത് കത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചവർ. അവരെങ്ങനെയാണ് സഹോദരങ്ങളെ ഇസ്ലാമിന്റെ പൊതു സംരക്ഷകരാക്കി ചിത്രീകരിക്കാൻ നമുക്ക് പറ്റുക? അതുകൊണ്ട് ഹിജ്റയുടെ മറ്റൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോ
നമ്മൾ ചിന്തിക്കണം, സ്വഹാബത്തിനെ ചീത്ത വിളിക്കുന്നവരോട് നമ്മുടെ നിലപാടെന്താണ്? മൂന്നാമത്തത്, ആദർശ കാര്യങ്ങളിൽ കർശന നിലപാടെടുക്കാൻ സ്വഹാബത്തിനെ പോലെ നമുക്ക് കഴിയുന്നുണ്ടോ? മഹാനായ സുഫിയാൻ ബിൻ അബ്ദില്ലാ സഖഫി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണ്, ഖുൽതു യാ റസൂലല്ലാഹ് ഹദ്ദിസ്നി ബിഅംരിൻ അഅ്തസിമു ബിഹി, എന്നോടൊരു കാര്യം പറയും, എനിക്കതിൽ ഉറച്ചു നിന്ന് ദീന് സംരക്ഷിച്ചു നിൽക്കാൻ ഒരു കാര്യം അള്ളാന്റെ റസൂലെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ റബ്ബി അല്ലാഹ്, അള്ളയാണ് എന്റെ റബ്ബെന്ന് നീ പ്രഖ്യാപിക്ക്. സുമ്മസ്തഖിം, എന്നിട്ട് ആ പ്രഖ്യാപനത്തിൽ നീ ഉറച്ചു നിൽക്ക്. പ്രതിസന്ധി വരുമ്പോ, പരീക്ഷണം വരുമ്പോ, പ്രലോഭനങ്ങൾ വരുമ്പോ, ഭയപ്പെടുത്തൽ വരുമ്പോ, ആഭാസങ്ങൾക്ക് തോന്നിവാസങ്ങൾക്കുള്ള വിളി വരുമ്പോ സ്വഹാബത്തിനെ പോലെ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ട് സഹോദരങ്ങളെ നമുക്ക് ദീനിന്റെ കാര്യത്തിൽ? ഈ സമകാലിക സാഹചര്യത്തിൽ സ്വന്തത്തോട് നമ്മൾ ചോദിക്കേണ്ട 3 ചോദ്യങ്ങളാണ്. ഹിജ്റയുടെ ആവേശം പറയുമ്പോ, മുഹറത്തിന്റെ മഹത്വം പറയുമ്പോ, ഇത്തരം നിലപാടിൽ എവിടെ നമ്മൾ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാനും തൗഹീദിൽ കണിശമാകാനും നമുക്ക് കഴിഞ്ഞോ? ഷിയാക്കളുടെ അടിവേരിനെ കുറിച്ച് പഠിച്ച് സ്വഹാബത്തിനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റിയോ? പുറത്ത് കാണുന്ന ചില പ്രകടനങ്ങളിൽ വഞ്ചിതരായി അറിയാതെ നമ്മളും ഷിയാക്കൾക്ക് കൊടി പിടിക്കുന്നുണ്ടോ? തോന്നിവാസങ്ങളിലേക്കുള്ള വിളി വരുമ്പോ നമ്മൾ നിലപാട് മറക്കുന്നുണ്ടോ? സ്വന്തത്തോട് ചോദിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ ലോക ലഹരി വിരുദ്ധ ദിനമായിരുന്നു. ലഹരിക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം ഓരോരുത്തരും കാഴ്ചവെക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായും അത്തരം പോരാട്ടങ്ങളുടെ മുന്നിൽ നിൽക്കാൻ നമുക്ക് സാധിക്കണം. സ്വന്തത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് അത്തരം പോരാട്ടങ്ങൾ ആരംഭിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലഹരിയോടുള്ള എല്ലാ ബന്ധവും അത് ഒഴിവാക്കാൻ കഴിയണം. അതിനെന്തെങ്കിലും ഒരു സഹായം, ഏറ്റവും ചുരുങ്ങിയത് എൻ്റെ ബിൽഡിങ്ങിൽ അത് നടത്തിക്കോളി എന്ന് പറയാം, അതുണ്ടാകരുത്. കള്ളും കഞ്ചാവും കച്ചവടം ചെയ്യണില്ല, പക്ഷേ സിഗരറ്റും ബീഡിയും പാൻ മസാലയും ഒക്കെ നമ്മുടെ കടയിലുണ്ടോ? നമ്മൾ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ, മനുഷ്യനെ മത്ത് പിടിപ്പിക്കുന്ന ഇത്തരം സകല വസ്തുക്കളിൽ നിന്നും, അതിന്റെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാടിനോടുള്ള ബാധ്യത മാത്രമല്ല, തന്റെ റബ്ബിനോടുള്ള ബാധ്യതയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനാകണം. പക്ഷെ സഹോദരങ്ങളെ, പരിഹാരമാകണം. പരിഹാരങ്ങൾ കേവലം പ്രഹസനങ്ങളായി മാറരുത്. അപ്പൊ നോക്കൂ, നിങ്ങൾ ഒരു തിന്മ ഇല്ലാതെയാകാൻ മറ്റൊരു ആഭാസത്തിന് എല്ലാവരും റെഡിയാകണമെന്ന് പറയുന്നത് അതൊരിക്കലും ശരിയല്ല. നമ്മുടെ കുട്ടികളോട് ചില പ്രത്യേകമായ ഡാൻസുകളും തുള്ളലും ചാടലും ഒക്കെയാണ് ലഹരിക്ക് പരിഹാരമായി ചിലർക്ക് നിർദ്ദേശിക്കാനുള്ളത്. സഹോദരങ്ങളെ, നമുക്കറിയാം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തുള്ളലും ചാടലും ഒക്കെയാണ് പലപ്പോഴും ലഹരിയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുപോകുന്നത് എന്നതാണ് നാടിന്റെ സാഹചര്യം. അതുകൊണ്ട് അത്തരം ഇടങ്ങളിൽ ഞാൻ ഉണ്ടാവുകയില്ല, എന്റെ മകൻ ഉണ്ടാവുകയില്ല, മകൾ ഉണ്ടാവുകയില്ല എന്ന് പറയാനുള്ള നിലപാട് കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം എടുക്കാനാകണം. എവിടെ ഞാൻ സഹകരിക്കണം, എവിടെ വിട്ടുനിൽക്കണം എന്നതിൽ നല്ല കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ കാലഘട്ടത്തിലും അള്ളാഹുവിന്റെ ദീനിൽ ശക്തമായി അടിയുറച്ചു നിൽക്കാൻ പടച്ചറബ് ഈമാനികമായ കരുത്ത് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക്, ഖബറുകൾ ആരാധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ഈ സമൂഹത്തിലെ ചിലർ തിരിച്ചു പോകുമെന്ന് പറയുമ്പോൾ ആ ഹതഭാഗ്യരിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശരിയായ ദീനിന്റെ ഉറച്ച നിലപാടെടുത്ത്
ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ മുഹമ്മദുർ റസൂലുള്ളാഹിൽ അടിയുറച്ചു നിന്ന് സ്വഹാബത്തിനെ സ്നേഹിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിക്കാനും മരിക്കുമ്പോൾ അത് പ്രഖ്യാപിച്ച് മരിക്കാനും പടച്ചറബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഅഇസൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅ അദ്ദീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.